ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റായിട്ട് ടിനി ടോമിൻ്റെ അൻസിബയുടെ ഒരു പരാതിയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നേക്കുവാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റൊക്കെ വന്നതിന് ശേഷം കുറേയധികം പേര് ടിനി ടോമിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതികരിച്ചില്ല ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിനി ടോമിൽ നിന്ന് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു. ഇതേ കണക്ക് ആ ഒരു വ്യക്തി ലേറ്റസ്റ്റായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടിനി ടോമിനെതിരെ. ആ ഒരു വീഡിയോയെക്കുറിച്ചും അതുപോലെ തന്നെ അൻസിബയും ഈ ഒരു ടിനി ടോമിൽ തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നമെന്ന് അറിയാത്ത കുറേയധികം പേരുണ്ടായിരിക്കും. സോ അവർ തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കോ, ഹൈപ്പും ചെയ്തേക്കോ, എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അൻസിബയും അതുപോലെ തന്നെ ഈ ഒരു ടിനി ടോമും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ്. അൻസിബയുണ്ടെങ്കിൽ താരസംഘടനയായിട്ടുള്ള അമ്മയിൽ നിന്ന് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്തുകൊണ്ട് അതിൽ നിന്ന് പിരിയാനുണ്ടായ കാരണം എന്നുള്ളത് പ്രസ് മീറ്റിനെയൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് പിരിയാനുണ്ടായ കാരണത്തിലൊന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടിനി ടോമുമായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളതാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടിനി ടോമുമായിട്ടും എന്താണ് പ്രശ്നം എന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് അമ്മയുടെ ഏതോ ഒരു പരിപാടി ഷോ പോലെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഏതോ ഒരു അമ്പലം റെഡി ആയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു കമ്മിറ്റിക്കാരെയായിട്ട് ഈ ഒരു ടിനി ടോം കൊണ്ടുവരികയും ഈ ഒരു സ്പോൺസർ ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഉണ്ടെങ്കിൽ അൻസിബ എതിർത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്കതൊരു അമ്പലത്തിന് വേണ്ടി കിട്ടുന്ന പൈസയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾക്ക് മാത്രം ചിലവാക്കേണ്ടതാണ്. ഒരിക്കലും നമ്മളെപ്പോലുള്ള ഷോയ്ക്ക് വേണ്ടിയൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളൊരു കാര്യം അൻസിബ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷമാണ് അൻസിബയ്ക്കും ഈ ഒരു ടിനി ടോമിനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഈ ഒരു അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറേയധികം കാര്യങ്ങൾ തന്നെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ അവിടെയുള്ള കുറേയധികം പേരെടുത്ത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് തനിക്കും അതുപോലെ തന്നെ ഏതോ ഒരു മുതിർന്ന നടനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു ടിനി ടോമിൻ്റെ ഡ്രൈവറിനെ ഉണ്ടെങ്കിൽ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം. പിന്നെ ഈ ഒരു ടിനി ടോം അൻസിബയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയധികം ഈ ഒരു അമ്മയിലുള്ള മറ്റംഗങ്ങളെടുത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞത് അൻസിബ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പറഞ്ഞവരൊക്കെ വന്നിട്ട് അൻസിബ എടുത്ത് ഇതേനൊക്കെ ടിനി ടോം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ കുറേയധികം മാനസികമായിട്ടുള്ള പ്രഷറൊക്കെ ഉണ്ടായി. കാരണം അവിടെ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതല്ലേ. അപ്പം കുറേയധികം ഇത് കണക്ക് ടിനി ടോമിൻ്റെ ഭാഗത്തുനിന്ന് കളിയാക്കുക, നമ്മളെ ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതോടെ ഭയങ്കരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ ഇവിടെ നിന്നും അമ്മയിൽ നിന്നും രാജിവെക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറേയധികം പേര് ടിനി ടോമിനെതിരെ നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം ടിനി ടോം ഉണ്ടെങ്കിൽ എയറിൽ പോകാറുണ്ട്, കുറേയധികം പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇടയ്ക്ക് വെച്ച് പ്രേം നസീറിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമൊക്കെ ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു. പ്രേം നസീർ ഉണ്ടെങ്കിൽ അവസാനം മരിക്കുന്ന സമയത്ത് സിനിമയൊന്നും കിട്ടാതെ ഇങ്ങനെ പോയി ഓരോ ഡയറക്ടേഴ്സിൻ്റെ വീട്ടിലിരുന്ന് കരഞ്ഞ് അങ്ങനെയൊക്കെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അവസാനം ഭയങ്കരമായിട്ട് മാപ്പ് ചോദിക്കുന്ന രീതിയിലൊക്കെയാണ് അന്ന് ടിനി ടോം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ആ ഒരു ഇഷ്യൂവിലൊക്കെ സോൾവ് ആക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ളത് വരെ അൻസിബയാണ്. എന്നിട്ടാണ് അൻസിബയ്ക്കെതിരെ ഇതേ കണക്ക് ടിനി ടോം പറഞ്ഞു എന്നുള്ളതൊക്കെ പറഞ്ഞ് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടിനി ടോം ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രതികരണത്തിൽ ടിനി ടോം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഈ ഒരു അൻസിബ പറയുന്നതെല്ലാം കള്ളമാണ്. കുറേയധികം പേര് ചേർന്നിട്ടുണ്ടെങ്കിൽ തനിക്കെതിരെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. താനിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് ഇതേ കണക്ക് സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കലും അൻസിബ എടുത്തൊരു മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞ് മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അൻസിബയെ ജിഹാദി എന്ന് വിളിക്കുകയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ അൻസിബ ചുമ്മാതെ പറയുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ കുറേയധികം പേര് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ടിനി ടോം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു പറഞ്ഞതിന് ശേഷം ഈ ഒരു ടിനി ടോമും അൻസിബയും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുപോരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം അൻസിബ പിന്നെയും വന്ന് മീഡിയയിൽ പറയുന്നുണ്ടായിരുന്നു ഇത് കണക്ക് ടിനി ടോമിൽ നിന്ന് കുറേയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, തന്നെ ജിഹാദി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കള്ളം പറയുന്നതല്ല, ടിനി ടോമാണ് ഇവിടെ വന്ന് കള്ളം പറയുന്നത് എന്നുള്ള രീതിയിൽ ടിനി ടോമിനെതിരെ പിന്നെയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും.
ടിനി ടോമിനെതിരെ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ പോലീസ് ഫസ്റ്റ് കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോർട്ടിൽ ചെന്ന് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ അവിടുന്ന് തന്നെ ഉത്തരവിട്ടേക്കുവാണ് ഈ ഒരു നടത്തിയ പരാമർശങ്ങളൊന്നും കാര്യമല്ലാത്തൊന്നുമല്ല, അത് കേസെടുക്കേണ്ട കാര്യമാണ് എന്നുള്ള രീതിയിൽ ടിനി ടോമിനെതിരെ FIR ഒക്കെ ഇടാൻ പോലീസിൻ്റെ അടുത്ത് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസിൽ നിന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ ഒരു ടിനി ടോം ഇതൊക്കെ തമാശയ്ക്ക് പറഞ്ഞതാണ്, സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല എന്നുള്ള രീതിയിലാണ്. എന്തായാലും ആ സമയത്തൊക്കെ അൻസിബ പറഞ്ഞൊരു കാര്യം, പോലീസിനും ഈ ഒരു ടിനി ടോമിനെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടാണ് ടിനി ടോം ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് പ്രകാരം ഉണ്ടെങ്കിൽ ടിനി ടോമിനെതിരെ FIR ഇടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ മാധ്യമങ്ങളിൽ ടിനി ടോമിനെ കാണുമ്പോൾ ഈ കേസിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോഴത്തേനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയൊക്കെ പോവുമായിരുന്നു. എന്തായാലും ടിനി ടോമിനെതിരെ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് കുറച്ച് നാൾക്ക് മുമ്പ് നീന കുറുപ്പും ടിനി ടോമിനെതിരെ ഒരു വീഡിയോ ഇട്ടും അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തെല്ലാം പറഞ്ഞൊരു കാര്യം, ഈ ടിനി ടോം ഉണ്ടെങ്കിൽ അമ്മയുടെ ഒരു ഷോ നടക്കുന്നതിനിടയിൽ എന്നെ അടിക്കാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവരെ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ നീന കുറുപ്പ് ഈ ഒരു ടിനി ടോമിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു അൻസിബ ഇതേ കണക്കൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നീന കുറുപ്പ് ഇത് പറഞ്ഞതോടെയും കുറേയധികം പേര് നെഗറ്റീവായിട്ട് ടിനി ടോമിനെതിരെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ ഒരു ടിനി ടോമിനെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ടിനി ടോമിൻ്റെ മകനുണ്ടെങ്കിൽ ഏതോ വീടിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഭയങ്കരമായിട്ട് അടി വഴക്കും ഒക്കെ പറയുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ ചിത്രീകരിച്ചത് ഈ ഒരു ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലായിരുന്നു. അപ്പോൾ ആ ചേട്ടനാണ് ഇപ്പം വന്ന് സംസാരിച്ചേക്കുന്നത് ടിനി ടോമിനെതിരെ. അന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ടിനി ടോമിനെതിരെ ഈ ഒരു മോനെതിരെ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ടിനി ടോമൊക്കെ വിളിക്കുകയും ഇതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ടിനി ടോമിൻ്റെ വാക്ക് ഇട്ടിട്ട് പോലീസ് ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി, എന്തോ കഞ്ചാവിൻ്റെ പേരും പറഞ്ഞ് കേസൊക്കെ എടുക്കാൻ പോയി എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം ആരോപണമായിട്ട് വെക്കുന്നത്. ഇതിലൊന്നും തെളിവും കാര്യങ്ങളും ഇല്ല, ഇദ്ദേഹം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്നത്തെ ആ ഒരു വീഡിയോയ്ക്ക് പരാതി കൊടുത്തപ്പോൾ അത് അവരെ എടുത്തില്ല, പോലീസുകാരെ എടുത്തില്ല, ടിനി ടോമിന് സപ്പോർട്ടായിട്ട് നിന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ടിനി ടോമിനെതിരെ ഈ ഒരു വ്യക്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടേണ്ട ഒരു കാര്യമാണ്, അന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ കണക്ക് പരാതിയായിട്ട് പോയപ്പോഴത്തേനും അവർക്ക് കേസ് എടുക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ ഇപ്പോൾ ഒരു പെൺകുട്ടി ഇതിനെല്ലാം പോരാടി നിങ്ങൾക്കെതിരെ ഇത്രയും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വന്ന് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, ഇനി ഇതിൽ കേസ് എടുക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഇതിന് ഏതറ്റം വരെയും പോകും, കാരണം നിങ്ങൾ എൻ്റെ അച്ഛനെയും അമ്മയും വരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രീതിയിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഒട്ടും വെറുതെ വിടത്തില്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്.